ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ ശൂരിന് പോകുന്ന വഴിയിൽ നീരുറവിനരികെ അവളെ കണ്ടു. യഹോവയുടെ ദൂതൻ കണ്ട ഹാഗാർ. യഹോവയുടെ ദൂതൻ ഹാഗാറിനെ കണ്ടു. ഹാഗാറിന് യഹോവയുടെ ദൂതനെ കാണാൻ കഴിയുമായിരുന്നില്ല. യഹോവയുടെ ദൂതൻ ഹാഗാറിനെ കണ്ടതുകൊണ്ടാണ് ഹാഗാറിന് യഹോവയുടെ ദൂതനെ കാണാനിടയായത്. ഇവിടെയും നമ്മൾ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമ്മെ കണ്ടതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ കാണാനിടയായത്. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാനിടയായത്. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് ദൈവജനം നമ്മെ സ്നേഹിക്കുന്നത്. ദൈവം നമ്മെ കരുതിയതുകൊണ്ടാണ് ദൈവജനം നമ്മെ കരുതുന്നത്. ദൈവം നമ്മോട് ആർദ്രത കാട്ടിയതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മോട് ആർദ്രത കാട്ടുന്നത്. ദൈവം നമ്മോട് വാത്സല്യം കാണിച്ചത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മോട് വാത്സല്യം കാണിക്കുന്നത്. ദൈവത്തിൻ്റെ കാഴ്ച എത്ര വലുതാണ്! ദൈവം നമ്മെ കാലാകാലങ്ങളിൽ കണ്ടു, വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനും നിങ്ങളും അമൂല്യരാണ്. ദൈവം നമ്മെ കണ്ട ദിവസം നമുക്ക് ഓർമ്മയില്ല, പക്ഷേ ദൈവത്തിന് നമ്മെ കണ്ട ദിവസം ഓർമ്മയുണ്ട്. അത് ഉലകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ കണ്ടതാണ്. ഈ വലിയ കൃപ എത്ര ഉന്നതമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം.